ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടി പോയി വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് വാങ്ങിനു. അപ്പോൾ ഇതാണ് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ. അപ്പം ക്യാരറ്റ് നന്നായിട്ട് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അതിനുശേഷം കുറച്ച് ഗീയിൽ നമ്മൾ ഈ ക്യാരറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം അടച്ച് വെക്കണം. അടച്ച് വെച്ച് നമ്മൾ ഒരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. പഞ്ചസാര ഒരിക്കലും കൂടിപ്പോകരുത്, നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടെടുക്കാം. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. അതിങ്ങനെ സോട്ടായി വരുമ്പോൾ അതിൻ്റെ ഷുഗർ ഇങ്ങനെ അലിഞ്ഞ് വരും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം. പിന്നെ തുറന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഓവർ വെന്ത് പോകണ്ട, ഒരു ആവശ്യത്തിനൊരു. അതിനുശേഷം ഇച്ചിരി പാൽ ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പോവും. എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഭംഗിയില്ലേ കാണാൻ, പാലൊക്കെ നല്ല കളറായിട്ട് കാണാൻ. എന്നിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ കുറച്ച് നേരം നമ്മളെന്താക്കണം, അടച്ച് വെക്കണം. പാലിൽ വേണം നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ആഡ് ചെയ്ത് നമ്മൾ പാലിൽ നിന്ന് തിളപ്പിച്ചെടുക്കണം, എന്നാലേ നമുക്ക് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കണം, ഒന്നും കൂടി അടച്ച് വെക്കാം. ഇടയ്ക്കൊക്കെ തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കാൻഡിമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഏലക്കായൻ്റെ പൊടി അല്ലെങ്കിൽ ഏലക്ക റോ ആയിട്ട് ഇട്ടാൽ മതി, പക്ഷേ ബെറ്റർ നമ്മൾ നന്നായിട്ട് പൗഡറാക്കി ഇടുന്നതാണ്. അതിനുശേഷം നമുക്കൊരു പാൽപ്പൊടിൻ്റെ പാക്ക് ഇട്ട് കൊടുക്കുക. അത് അമൂലിൻ്റെ 10 റുപ്പീസിൻ്റെ ഒരു പാക്കാണ്. ഇത് പാൽപ്പൊടി ആഡ് ചെയ്താൽ ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം, അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടില്ല, പാൽപ്പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.